പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ കാവലമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ബന്ധുമിത്രാദികൾക്ക് സഹോദരങ്ങൾക്കും നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. വിശുദ്ധികാരന്റെ പ്രാവശ്യവരെ ഓർമ്മയിൽ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശം നവീകരണത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഈ ദിവരഹസ്യങ്ങൾ വിശുദ്ധിയോടുകൂടി പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാകുകയും ചെയ്യണമേ. സകലതിനെയും നാഥായ നീക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആദ്യമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാ
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവ്വേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ദൈവത്തിൽ പ്രത്യാശയർപ്പിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 15 51 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം രസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലുമായിരിക്കുകയും പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. 17 മുതലുള്ള തിരുവചനങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായിരുന്നു യേശു അവിടെ എത്തിയപ്പോഴാണ് ബഥാനി ജെറൂസലമിനടുത്ത് ഏകദേശം 15 സദിയോളം ദൂരത്തായിരുന്നു. അനേക യഹൂദർ മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തിരക്കിയിരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്ന എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ഇനി വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ
ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു. അവൾ പറഞ്ഞു, ഓ കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതി. നാം എല്ലാവരും കർത്താവിനോടുകൂടി ആയിരിക്കും. ഈശ്വരായ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബങ്ങളെ, വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുമെന്ന്. തീർച്ചയായും ആ വലിയ വിശ്വാസം, ആ വലിയ പ്രത്യാശ, ആ വലിയ സ്നേഹവും ആണ് നമ്മെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും ക്രിസ്തീയ പുണ്യങ്ങളിൽ മൂന്നാം വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം. മത്തന് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, ഇവൻ ക്രിസ്തുവാണ്, ഇവൻ രക്ഷകനാണ്, ഇവനെയാണ് നിങ്ങൾ കാത്തിരുന്നത്. ഇവൻ ചോദിക്കുന്ന എല്ലാം ദൈവം ഇവന് കൊടുക്കും. ആ വലിയ വിശ്വാസവും ആ വലിയ ബന്ധവും ആ വലിയ പ്രത്യാശയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ വിശ്വാസം തന്നെയാണ് പൗലോസ്ലിഹ പറയുക, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, ഞങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് എന്ന്. വിശ്വാസത്തിന്റെ നിറവിലാണ് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. ആ വിശ്വാസമാണ് തമ്പുരാനിലേക്ക് യാത്രയായവർ തമ്പുരാനിൽ എത്തിച്ചേരുന്ന വിശ്വാസം. ആ വിശ്വാസത്തിന്റെ നിറവിലാണ് മനുഷ്യ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ പൂർവികർക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഇന്നേ ദിനത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിന് മുമ്പിൽ നാം ആയിരിക്കുകയാണ്. ആ പ്രത്യാശയാണ് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ടും ബലിയർപ്പിക്കുവാനായിട്ടും നമ്മെ പ്രേരിപ്പിക്കുക. തീർച്ചയായും പുണ്യദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അന്നദാനം. ഇന്നേ ദിനത്തിൽ അന്നദാനം കൊടുക്കുവാനും മുതിരുന്നത് അതേ വിശ്വാസത്തിൽ തന്നെയാണ്. മരിച്ചുപോയ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കണേ തമ്പുരാനെ എന്ന പ്രാർത്ഥനയോടുകൂടി. തീർച്ചയായും ഇതെല്ലാം ഉയർന്നുള്ളത് സ്നേഹ ബന്ധത്തിൽ നിന്നാണ്. യേശുവിനെ ബെഥാനിയയിലേക്ക് പോകുവാനായിട്ട് പ്രേരിപ്പിച്ചു. ആ ബന്ധമാണ്, ആ സ്നേഹമാണ്. ബെഥാനിയയിലേക്ക് അവൻ പോകുന്നു എന്നറിയുമ്പോൾ ശിഷ്യന്മാർ അസ്വസ്ഥരാകുന്നുണ്ട്. ആ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ് തോമസ് പറയുക, അവനോടുകൂടി നമുക്ക് പോയി മരിക്കാമെന്ന്. മരണം മുമ്പിൽ കാണുമ്പോൾ സ്നേഹത്തെ വിട്ടുകൊടുക്കുവാനായിട്ട് യേശു തയ്യാറല്ല. ബെഥാനിയയിലേക്ക് പോകുന്നു, കുഴിമാടം കാണുന്നു, നെടുവേർപ്പെടുന്ന കണ്ണുനീർ പൊഴിക്കുന്ന യേശുവിനെ നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മർത്ത മറിയം എന്നവരുടെ സ്നേഹബന്ധത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓർമ്മപ്പെടുത്തലാണ്, യേശു നമ്മെ സ്നേഹിക്കുന്നു, നമ്മളോടൊപ്പം ഉള്ളവരെ സ്നേഹിക്കുന്നു. അവന്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മുടെ പൂർവികർ നിത്യജീവനിലേക്ക് യാത്ര ശരിയായിട്ടുണ്ട്. തീർച്ചയായും അവന്റെ വാഗ്ദാനമാണ് നിത്യജീവൻ, അവന്റെ വാഗ്ദാനമാണ് പുനർജീവിതം തമ്പുരാനിലുള്ളത്, അവന്റെ വാഗ്ദാനമാണ് ശുദ്ധീകരണ സ്ഥാനം. നമ്മിൽ നിന്ന് തമ്പുരാനിലേക്ക് യാത്രയായവർ തീർച്ചയായും തമ്പുരാനിൽ എത്തിച്ചേരുമെന്ന വലിയ വിശ്വാസത്തോടുകൂടി, വലിയ പ്രത്യാശയോടുകൂടി, വലിയ സ്നേഹത്തോടുകൂടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യശാന്തി ലഭിക്കട്ടെ, തമ്പുരാനോടൊപ്പം ആയിരിക്കുവാനുള്ള കൃപ അവർക്ക് ലഭിക്കട്ടെ, അവരുടെ അനുഗ്രഹിക്കട്ടെ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസ പ്രതീക്ഷയോടെ കൊടുക്കുന്ന കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നതിന് അപേക്ഷിക്കാം. മാമോദീസ വഴി സൗകര്യത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങൾ വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ വിടാൻകളെ കുറിച്ച് മനുഷ്യരുടെ കടം മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉദ്വാനം പ്രതീക്ഷ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിനമാതത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തോടാഭിഷേകമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വരുന്ന ശോഭയോടെ ഞങ്ങൾ അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന ആ സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങളെ എത്തിച്ചേരുവാനിടയാക്കണമെന്ന് മിശിഹായുടെ സഭയുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാറിയ മാർപ്പാപ്പയെ ഞാൻ സഭയുടെ പിതാവ് തലവനുമായ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ മെത്രാപ്പൊലീത്തൻ വികാരിമാർ ജോസഫ് മെത്രാപ്പൊലീത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അനന്തമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ പാപനം സമൃദ്ധമായി ഞങ്ങൾ തരുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യണേ. ഈ വീട്ടിനോടൊപ്പം തമിഴ്നാട് കരങ്ങളിലേക്ക് നമ്മുടെ യോഗങ്ങളും അതിശയങ്ങളും സമർപ്പിക്കാം. നമ്മുടെ പൂർവികരെ നമുക്ക് സമർപ്പിക്കാം. അതിലൂടെ മതമുണ്ടാകും, അപൂർവമായുണ്ടാകാം, സഹോദരനുണ്ടാകാം, സഹോദരിയുണ്ടാകാം, ബന്ധുമിത്രാദികളുണ്ടാകാം, അയൽപക്കക്കാരും സഹപ്രവർത്തകരുണ്ടാകാം. നിത്യജീവൻ നൽകണമെന്നുണ്ടായെന്ന് അത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ തൃപ്തി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിഹാരബോധത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മാജനം ദിവ്യ റുഹായും സ്തുതിയെന്നും
സഹോദരന്മാരെ, ഈ കുർബാനായ കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ മാത്രമായ ദൈവം പ്രതിയുക്തനായിരിക്കുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതമാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അശുദ്ധരാജ്യങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരമായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങനെ അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും പിണ്ണം നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാം
ഏൽപ്പിച്ചതുപോലെ അവിടുത്തെ വീണാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിനെ വാങ്ങി ഭക്ഷിക്കുവിൻ. ആഹാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിനെ വാങ്ങി പാനം ചെയ്യുവിൻ. നീ ചെയ്തത് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനെ നോക്കിയത് ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം അനേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്കും ആരോഗ്യമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധ്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങ് കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ വിശ്വസിയായ തിരുനാമത്തിന് സ്തുതിയും നാഥന് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവനായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷ്യ
പ്രതീക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാം ഈശോയിന്നെന്നെ ദ്രോഹിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞു. ദാഹത്താൽ വീഴുമ്പോൾ നാഥൻ എന്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എന്റെ ക്ലേശങ്ങളെ കാണഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ ചിന്തകളുമായി ശരീരത്തിന് സമയം നമുക്ക് പ്രത്യേകം സമയിക്കാം. അതാകുന്ന പുസ്തകത്തോടെ അവരാധനകളെ തിരിച്ചുകൊണ്ടും പാവളെ കുറിച്ച് വിചാരിച്ചുകൊണ്ടും സൗകര്യത്തോടെ ശ്രമിച്ചുകൊണ്ടും നമുക്ക് സത്യത്തിനെ അതിനായത്തോടെ കൃപയും പാവത്തിന് യാചിക്കുകയും ചെയ്യാം. കർത്താവേ, കരുണാസുരേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, കരുണാസുരേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തു നിന്ന് നമ്മുടെ ആത്മാവിനെ മുക്തമാക്കാം. കർത്താവേ, കരുണാസുരേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിസാമമായി പകരച്ചുപിടിക്കുകയും ചെയ്യാം. കർത്താവേ, കരുണാസുരേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോഗ്യങ്ങളും ഐക്യത്തോടുകൂടെ വേദനകൾ പങ്കുകൊള്ളാം. കർത്താവേ, കരുണാസുരേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഐശ്വര്യങ്ങൾ പരമാത്മാവിന്റെ ഐശ്വര്യം കാരണമാകട്ടെ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർക്ക് വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപൻ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനും നീതിമാനുമായ കർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധായ ശരീരത്തെ ജീവൻ
വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? ഞാൻ അങ്ങേക്ക് തന്നെ പറയുന്നു.
കൈക്കൊള്ളണമേ കനിവോടെ. ആബേലങ്ങേ സന്നിധിയിൽ ജീവിതബലിയന്നർപ്പിച്ചു. നീതിയെഴുന്നോരഭ്രാഗം ജോബും നോവും പൂജിതരാ. അന്ന് പ്രവാചകനേലിയായും സ്ത്രീഹന്മാരും അണച്ചതുപോൽ ഞങ്ങൾ അണച്ചൊരു തിരുവലി നീ കൈകൊടു തൃക്കൺ പാർക്കണമേ. കർത്താവേ നിൻ ദാസർക്കായി അർപ്പിക്കും നീ ബലി ഞങ്ങൾ. വിധവയണച്ചൊരു നേർച്ച സമം കൈക്കൊള്ളണമേ ദിവ്യബലി. മാനവരൊത്തു നിരന്തരമാ മഹിമയിലും തിരുരാജ്യത്തിൽ താവക ഗീതികൾ പാടിടുവാൻ കനിവാർന്നവരെ ചേർക്കണമേ. നാഥാതാവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാ ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോൾ